ഒരു വീടിനകത്തൊക്കെയാണ് നടന്നത്. അപ്പൊ ഒരു ഫാമിലി പോലെയുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പക്ഷെ ഈ ശ്രീനിവാസന്റെ മകനായിട്ട് തന്നെ അഭിനയിക്കുക ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. അതായത് അച്ഛൻ തന്നെയാണ് ഇവിടെ അച്ഛനാവുന്നത്. പൊതുവെ വിനീത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് വളരെ ഒരു ലജ്ജയൊക്കെ ഉള്ള ഒരു പയ്യൻ കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ അഭിനയത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു അച്ഛനും മകനായിട്ട് അഭിനയിക്കുന്നത്? എനിക്ക് ഈ സിനിമയിൽ അത്രയും പ്രശ്നം തോന്നിയിട്ടില്ല. ഞാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ അച്ഛൻ തന്നെ കൂടെ അഭിനയിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അത് ഫീൽ ചെയ്യുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അപ്പം അത് സ്പോട്ട് ചെയ്ത് പറഞ്ഞുതരും. ഒരിക്കലും ടെൻഷൻ എടുപ്പിക്കില്ല. ഇപ്പൊ നമ്മൾ തെറ്റായിട്ട് ചെയ്യുകയാണെങ്കിലും നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും സെറ്റിൽ ആരും സംസാരിക്കില്ല. അത് വിനോദനാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരുന്നതൊക്കെ കറക്റ്റായിട്ടാണ്. പിന്നെ വിനോദന്റെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സെറ്റ് നമുക്കൊരു ടെൻഷനും ഇല്ലാണ്ട്, ഞാൻ സത്യനങ്കളിനെ പറ്റിയിട്ടൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭയങ്കര നല്ല അറ്റ്മോസ്ഫിയർ ആണ് സെറ്റിൽ ഉണ്ടാകുന്നത്. അതുപോലെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത്. എല്ലാരെയും കളിയാക്കിക്കൊണ്ട് അങ്ങനെ ഒരു ഷൂട്ടിങ്ങിന്റെ ഒരു ഗൗരവത്തിലല്ലാതെ മുന്നോട്ട് പോയൊരു സിനിമയായത്. അതുകൊണ്ട് അതിന്റെ ഒരു എന്താ പറയാ, എല്ലാവരുമായിട്ടും നമ്മൾ നന്നായിട്ട് മിങ്കിളായി കഴിഞ്ഞാൽ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ. ആ കംഫർട്ട് ലെവൽ ഈ സിനിമയിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റും. അപ്പോൾ സൈക്കിൾ കഴിഞ്ഞതിന് ശേഷം അച്ഛനെയും മകനെയും വെച്ചിട്ടുള്ള സബ്ജക്ട് എനിക്ക് തോന്നുന്നു ഒരു 3-4 പേര് അച്ഛൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട്. 1-2 പേര് എന്നെ വന്ന് കണ്ടിട്ടുണ്ട്, നറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഇല്ലാത്ത ഒരു സാധ്യത ഇപ്പൊ അച്ഛനാണ് ഇത് ആദ്യം കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ദുബായിലൊരു ഷോ കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൽ ഇങ്ങനെ ജസ്റ്റ് കയറി പുറപ്പെടാൻ നേരത്തെ അച്ഛൻ്റെ ഒരു കോള് വന്നതാണ് ഒരു ദിവസം. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരു സബ്ജക്ട് കേട്ടു, വിനോന്റെ കൂടെ സംജിത് എന്ന് പറഞ്ഞ ഒരാളാണ് വന്നിട്ട് പറഞ്ഞത്, എനിക്കത് രസമായിട്ട് തോന്നി. അപ്പോ നീ വന്നു കഴിഞ്ഞാൽ അവര് നിന്നെ ഒന്ന് മീറ്റ് ചെയ്തോളൂ, നീ ഒന്ന് കേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് തോന്നി, കാരണം ഒരിക്കലും ഒരു സാധ്യതയില്ലാത്ത സംഭവം അച്ഛൻ അത് സംസാരിക്കില്ല, എന്തെങ്കിലും ഒരു സ്പാർക്ക് ഇട്ടിട്ടുണ്ടാവും തോന്നി. പിന്നെ എനിക്ക് കേട്ടപ്പോ എനിക്കും അത് ഭയങ്കര രസമായി തോന്നി. അപ്പോൾ ഈ സബ്ജക്റ്റാണ് ശരിക്കും ഇതിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു കാരണം. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇതിലുള്ള ചില സംഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഞാനും അച്ഛനും തമ്മിൽ മാത്രം ചെയ്തു കഴിഞ്ഞാൽ ആളുകൾക്ക് കൺവിൻസിങ് ആകുന്ന ചില സംഗതികളുണ്ട്. അത് ഞങ്ങളുടെ റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങളുമായിട്ട് ബന്ധമുള്ള ചില സംഭാഷണങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഈ ഒരു രീതിയിൽ ഈ സിനിമ വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ അച്ഛനും മകനും ആ ഒരു കാസ്റ്റിംഗ് തന്നെ വേണ്ടി വരുന്ന, അത് പടം കണ്ടിട്ട് എന്റെ 2-3 ഫ്രണ്ട്സ് ഇപ്പൊ കണ്ടപ്പോഴും അവർ പറഞ്ഞ കാര്യം അതാണ്. എന്താ ഫസ്റ്റ് റെസ്പോൺസ് റിലീസ് ആയതിനു ശേഷം? പോസിറ്റീവായിട്ടാണ് പറയുന്നത്. പക്ഷെ എന്താ പറയാ, ഫസ്റ്റ് ഡേ റെസ്പോൺസ് കണ്ടിട്ട് നമ്മൾ അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് കാര്യമില്ല. 2-3 ദിവസം കഴിയുമ്പോഴേ നമുക്ക് ശരിയായിട്ടുള്ള ഒരു റെസ്പോൺസ് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതുവരെ എല്ലാരും വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞു ഈ നിങ്ങൾ അച്ഛൻ മകനായ മാത്രം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ആ മാനറിസങ്ങൾ, ഇത് എന്തൊക്കെയാ വീട്ടിലുണ്ടാവുന്ന ചില മാനറിസംസ് അല്ല ഞാൻ പറഞ്ഞത്, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുള്ള ചില കാര്യങ്ങള്, പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിന്റെ ചില തമാശകളൊക്കെ ഉണ്ട്. അപ്പൊ അതേപോലെയുള്ള സെയിം കാര്യങ്ങളാണ് ഇതിലുള്ളതെന്ന് പറയാൻ പറ്റില്ല. ചില ഡയലോഗ്സ് ഞങ്ങൾ റിയൽ ലൈഫിൽ സംസാരിച്ചിട്ടുള്ള 1-2 ഡയലോഗ്സ് ഈ പടത്തിൽ അതുപോലെ തന്നെ ഉണ്ട്. ചില കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ചില സംഭവങ്ങൾ, ഇപ്പൊ എഞ്ചിനീയറിംഗ് ഞാൻ ചെയ്തതാണ്, എന്റെ ഇൻട്രസ്റ്റ് പാർട്ടിലായിരുന്നു. അപ്പൊ ഈ ക്യാരക്ടറിനും അങ്ങനെയുള്ള ട്രേസസ് ഉണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ ഒരസലുകളൊന്നും. അച്ഛന്റെ നിർബന്ധം കൊണ്ടാണോ എഞ്ചിനീയറിംഗ് ചെയ്തിരുന്നത്? അച്ഛന്റെ പിന്നെ ആയിക്കോട്ടെ, പക്ഷെ നീ ഒരു കരിയർ ഉണ്ടാക്കണം നിർബന്ധമായിരുന്നില്ല, അതൊരു ബ്രെയിൻ വാഷിംഗ് ആയിരുന്നു. എന്നെ അതിലേക്ക്, ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നും പറഞ്ഞ് നടന്നിട്ട് എന്നെ കൊണ്ട് എൻട്രൻസ് എഴുതാൻ പറഞ്ഞു എന്റെ അടുത്ത്. അപ്പൊ ഞാൻ എൻട്രൻസ് എഴുതിയപ്പോ എന്റെ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ എനിക്കത് കിട്ടി. അപ്പൊ പിന്നെ എൻട്രൻസ് കിട്ടിയ സ്ഥിതിക്ക് ഇത് ചെയ്യണം എന്നുള്ളൊരു ലെവലിൽ വന്നു. അങ്ങനെ ഞാൻ ഇത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടേക്കപ്പ് ചെയ്തതാണ്. പക്ഷെ ഒരിക്കലും അതൊരു റോങ് ഡിസിഷൻ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് തന്നെയാണ് ആ കോഴ്സ് ചെയ്തത്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഈ സിനിമയിൽ സുഹാസിനി വരുന്നു എന്നുള്ളതാണ്. മലയാളിയുടെ ഒരു നൊസ്റ്റാൾജിക് ഒരു നടിയാണ് സുഹാസിനി എന്ന് പറയുന്നത്.